അതേ സ്വർണ്ണ മെഡൽ കോമൺവെൽത്ത് ഗെയിംസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഏഷ്യൻ ഗെയിംസ് 2021 നടക്കുമ്പോഴും അതിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഒക്കെ സ്വർണ്ണ മെഡൽ നേടുന്ന രീതിയാണ് വിനേഷ് ഫോഗട്ടിനുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു പിതാവിന്റെ സ്വപ്നം, ഒരു രാജ്യത്തിന് മുൻനിര ഗുസ്തി താരങ്ങളായി തന്റെ പെൺകുട്ടികളെ വളർത്തുക എന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർ ഒരുമിച്ച് നിൽക്കുന്നു. രാജ്യത്തിന്റെ അഭിമാനം അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിന്റെ പതാക ഉയർത്താൻ കഴിയുന്ന, നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറുന്ന, മറ്റൊരു രാജ്യത്ത് ചെന്ന് നമ്മുടെ പതാകയേന്തി വിജയം ഉദ്ഘോഷിക്കുന്ന ഗുസ്തി താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ടെത്തിക്കുന്ന കടുത്ത അനീതിക്കെതിരെയുള്ളൊരു പോരാട്ടമാണിത്. ഇപ്പൊ കർഷകരും ഒക്കെ ഇതിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഇനി ഇത് വരും ദിവസങ്ങളിൽ വ്യാപകമായ ഒരു പ്രതിഷേധമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കായിക ഇന്ത്യക്ക് ഒരുപക്ഷെ ഇതൊരു കറുത്ത ദിനമായിരിക്കാം. കാരണം ഇത്രയും പ്രശസ്തരായ പ്രധാനമന്ത്രി പോലും ഇന്ത്യയുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെൺമക്കൾ എന്ന് വിളിച്ച, ഇന്ത്യയുടെ ഡോട്ടേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത ഏറ്റവും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച കായിക താരങ്ങൾക്കാണ് ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത് എന്നതാണ്. ഇത് എല്ലാ കോണുകളിൽ നിന്നും വിമർശനങ്ങളെ വിളിച്ചു വരുത്തുന്നു. വലിയ 1200 കോടി രൂപയുടെ ഒരു പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത രാജ്യം അതിന്റെ അഭിമാന ദിനമായി കൊണ്ടാടുമ്പോൾ അത് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ പോലുള്ളവർ തിരിക്കാനുള്ള ഒരു വേദിയാണല്ലോ എന്നതാണ് പലരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം വലിയ ശക്തി പ്രാപിക്കും എന്നതാണ് ഗുസ്തി താരങ്ങൾ വ്യക്തമാക്കുന്നത്. അവർ മറ്റ് ആളുകളുടെ പിന്തുണ കൂടി അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യ ഗേറ്റിലെത്തി അവിടെ ഈ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നതോടുകൂടി ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ലോക ശ്രദ്ധയിലേക്ക് നീങ്ങും. ഏപ്രിൽ 23 മുതൽ ആരംഭിച്ച ഒരു പോരാട്ടമാണ് ഈ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ ഇത്രയും ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടായിട്ട് പോലും 164 അനുസരിച്ച് ഒരു മൊഴി രേഖപ്പെടുത്തി അതിൽ ഒരു നീക്കം നടത്താൻ, നിയമപരമായ ഒരു നീക്കം നടത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നതാണ് ഗുസ്തി താരങ്ങളെ ഇത്രമാത്രം പ്രകോപിതരാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധവും കളഞ്ഞുകൊണ്ട് അവർ പോകും എന്ന് ധരിക്കാനാവില്ല. കാരണം ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങൾക്കെതിരെയും മല്ലടിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ പതാക ഈ കായിക വേദികളിൽ ഉയർത്തിയത്. അപ്പൊ അത്തരക്കാർ ഒരു പോലീസ് ലാത്തിചാർജ് കണ്ട് ഭയന്നോടും എന്ന് തെറ്റിദ്ധരിച്ച എന്നൊക്കെയാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭയന്നോടൽ ഉണ്ടാകില്ല. വലിയ ശക്തമായി തന്നെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നവർ വ്യക്തമാക്കുന്നു. ഇന്നത്തെ ഈ ഹരിദ്വാറിൽ അവരുടെ ഗുസ്തി താരങ്ങൾ പറയുന്നത് അവരുടെ ജീവിതവും അവരുടെ എല്ലാ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെയാണ് ഈ മെഡലുകൾ. അത് അവർ ഈ ഇതിലേക്ക് നദിയിലേക്ക് ഒഴുക്കിക്കളയുന്നു എന്നത് ഈ നാടിൽ ഇത്രയും വലിയ ഈ ലൈംഗിക അതിക്രമത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി കൂടിയാണ്. അതിൽ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി കൂടി ഉൾപ്പെടുന്നവർക്ക് നേരെയാണ് ഇത്തരം ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് അവർ കടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത്. അല്പസമയത്തിനകം ഈ പ്രതിഷേധം വ്യാപിക്കും. എല്ലാവരും ഇവരെ ആശ്വസിപ്പിക്കുന്നു. തങ്ങളുടെ പ്രയത്നത്തിന്റെ ഭാഗമായി നേടിയ മെഡലുകൾ ഈ ഗംഗയിലേക്ക് ഒഴുക്കേണ്ടി വരുമെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദം അത്ര കടുത്തതാണ് എന്ന് ഈ നാടിനെയും അധികാര കേന്ദ്രങ്ങളെയും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമാണ് ഇവർ ഇത്തരം ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും സമീപത്തെല്ലാം പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംഘർഷ സാധ്യതയുണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി എന്ന നിലപാടാണ് പോലീസും സ്വീകരിക്കുന്നത്. തീർച്ചയായും എന്തായാലും അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഹരിദ്വാറിലെ ഗംഗയുടെ തീരം സാക്ഷ്യം വഹിക്കുന്നത്. വർഷങ്ങളുടെ പ്രയത്ന ഫലമായി, പരിശീലനത്തിന്റെ ഫലമായി രാജ്യത്തിന് വേണ്ടി നേടിയ മെഡലുകൾ അത് ഗംഗയിൽ ഒഴുക്കി പ്രതിഷേധം രേഖപ്പെടുത്താൻ താരങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ്. വലിയ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. നിരവധി പേർ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു ഈ സമരത്തിന്റെ പിന്തുണയുമായി. അതിവൈകാരികമായ നിമിഷങ്ങൾ, അവർ നെഞ്ചോട് ചേർത്ത മെഡലുകൾ, അത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഗംഗയിൽ ഒഴുക്കുക എന്നൊരു തീരുമാനം, അത് അവരെ സംബന്ധിച്ച് മരണത്തിന് തുല്യം എന്ന് തന്നെ പറയാവുന്ന നിമിഷങ്ങളാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് തങ്ങളെ തള്ളിവിടുകയായിരുന്നു
നിർബന്ധിതരായിരുന്നു, നിർബന്ധിതരാകുകയായിരുന്നു തങ്ങൾ എന്നതാണ് അവർ പറയുന്നത്. ആ നിമിഷമാണ്, ആ ഒരു സമരത്തിന്റെ നിമിഷമാണ് നമ്മൾ കാണുന്നത്. അതിവൈകാരികമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു ഗംഗാതീരം. രാജ്യത്തിന്റെ അഭിമാനമായ താരങ്ങളാണ് അവിടെ ആ നിലയിൽ പ്രതിഷേധിക്കേണ്ടി വരുന്നത്, കരയേണ്ടി വരുന്നത്. അവർക്ക് തങ്ങളുടെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കരുതി വെച്ചിരിക്കുന്ന ശേഖരത്തിലെ മെഡലുകൾ അത് ഒഴുക്കിക്കളഞ്ഞ് പ്രതിഷേധിക്കേണ്ടി വരുന്നത്. അതിനായി അവർ എന്തായാലും അവിടെ എത്തിയിരിക്കുകയാണ്. ഇത് നൽകുന്ന സന്ദേശം അവരുടെ സമരത്തിൽ നിന്ന്, പ്രതിഷേധത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല തങ്ങൾ എന്നുകൂടിയാണ് അവർ ഉറപ്പിക്കുന്നത്. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെ താരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ട്, ബ്രിജ് ഭൂഷണെതിരായ നടപടി ആവശ്യപ്പെട്ട് താരങ്ങൾ തുടങ്ങിയ സമരമാണ്. അതിൽ അധികൃതർ മൗനം പാലിക്കുന്നതാണ് ഇത്ര കടുത്ത നിലപാടിലേക്ക് പോകാൻ താരങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. താരങ്ങൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ ഒക്കെയും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അതിവൈകാരിക നിമിഷങ്ങൾക്ക് ഏറ്റവും അങ്ങേറ്റം ഇമോഷണലായ രംഗങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. മാധ്യമങ്ങളുടെ വലിയ നിരയുണ്ട്, താരങ്ങളെ പിന്തുണയ്ക്കുന്ന വലിയ ജനസഞ്ചയം അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ താരങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ നിമിഷം പോലും ഒരു നീക്കമോ ഒരു ഇടപെടലോ ഉണ്ടാകുന്നില്ല എന്നതാണ് അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യം. ഏപ്രിൽ മുതൽ താരങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണ നൽകി എന്നാണ് അധികൃതർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. അതിനപ്പുറം യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല. പോലീസ് അവിടെ